ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ, മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു നയവന്മാതൻ മുൻകൊമ്പിൻ നാദം കേട്ടേ അങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. വിശുദ്ധന്മാർ മാത്രം, നയവാന്മാർ, നീതിവാന്മാർ, നയവാന്മാർ മാത്രം അങ്കിയണിഞ്ഞ് വിശേഷവസ്ത്രം ധരിച്ച് കല്യാണ വസ്ത്രം ധരിച്ച് മണവാട്ടിയുടെ മന്ത്രകോടി കൊടുത്ത് മഹിമാവിൻ നീരാളം ചാർത്തി എന്നാണ് പിതാക്കന്മാർ പറയും. മഹിമാവിൻ നീരാളം ചാർത്തി ആകാശമേഘങ്ങളിലേക്ക് പറന്നുയരും. മൃതരെ ജീവിപ്പാൻ എഴുന്നള്ളുന്ന രാജാവ്, മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എഴുന്നള്ളി വരുന്ന കർത്താവായ യേശു ക്രിസ്തു മുകിലഴകിന്മേൽ ആഘോഷനായിടുന്നു. മുകിൽ, മേഘം, മേഘത്തിൻ്റെ ശോഭയിന്മേൽ അവിടെ നിന്ന് എഴുന്നള്ളി വരുന്നു. മധ്യാവസ്ഥ വരും. അന്ന് വിശുദ്ധന്മാർ മാത്രം ചേർക്കപ്പെടും, അല്ലാത്തവരെല്ലാം ഉപേക്ഷിക്കപ്പെടും. എത്ര ഭയാനകമായൊരു കാര്യമാണ് ഇത്. സംഭവിക്കാൻ പോകുന്നതാണ്. പിതാക്കന്മാർക്ക് അതറിയാമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഗീതങ്ങളൊക്കെ എഴുതി വെച്ചത്. അതൊരു വലിയൊരു നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസവും പാരമ്പര്യവും വളരെ സംശുദ്ധമാണ്, ഏറ്റവും മികവേറിയതാണ്. പക്ഷേ ഇന്ന് ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ നാം പരിത്യജിക്കപ്പെടരുത്, നാം ഉപേക്ഷിക്കപ്പെടരുത്, നാം തള്ളപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് ഇതിനൊക്കെ മനസ്സിലായി കാണും നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേറെ ലക്ഷ്യമില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നുയരാൻ ഒരുക്കുക എന്നുള്ളതാണ് കൂട്ടായ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമാണ് സഭ അതാണ് ചെയ്യേണ്ടത്. ഏത് സഭയാണെങ്കിലും, ഞാൻ പറയാം യാക്കോബായ സഭയെന്ന് ഓർത്തഡോക്സ് സഭയെന്നല്ല ഞാൻ പറയുന്നത്, ഏത് സഭയാണെങ്കിലും, കത്തോലിക്ക സഭയാണെങ്കിലും മർത്തോമ സഭയാണെങ്കിലും CSI സഭയാണെങ്കിലും ഏത് സഭയുമാകട്ടെ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുക, ജനത്തെ വിശുദ്ധീകരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണ പ്രക്രിയ നിർവഹിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം, ഒരുങ്ങിയിരിക്കണം. മരിച്ചവരോ അവർ ഉയർത്തെഴുന്നേൽക്കും. ആരെ? വിശുദ്ധന്മാർ മാത്രം. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയില്ല. ചില കല്ലറകൾ തുറക്കും, പലതും അടഞ്ഞിരിക്കും. തുറക്കപ്പെടുന്ന കല്ലറയിൽ നിന്ന് മൃതന്മാർ എഴുന്നേറ്റ് വന്ന് രൂപാന്തരപ്പെട്ട ശരീരത്തോടെ ആകാശമേഘങ്ങൾ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യങ്ങളെല്ലാം അറിയാം. ലവോദിക്ക സഭയ്ക്ക് അറിയാമായിരുന്നു, കാര്യങ്ങൾ അറിയാമായിരുന്നു. കാരണം ആത്മീയമായും അവരുടെ ധാരണ അവർ സമ്പന്നരാണെന്നാണ്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു. ആത്മീയമായും അവർക്ക് ഞാൻ സമ്പന്നനാണ് എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. ആത്മീയമായ സമ്പന്നത എനിക്ക് ഒന്നിനും കുറവില്ല, എല്ലാം ഉണ്ടല്ലോ. ഭൗതികമായിട്ടും എല്ലാം ഉണ്ട്. സഭയിൽ നിന്ന് ഭൗതികമായിട്ടും എല്ലാം ഉണ്ട്. ലവോദിക്ക സഭ വൈദ്യഭാഗം. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നീ എന്നോട് വിലയ്ക്ക് വാങ്ങണം. നീ സമ്പന്നാണെന്നൊക്കെ നീ ഭാവിച്ചിരിക്കുന്നു, പക്ഷേ നീ സമ്പന്നല്ല. നിനക്ക് എല്ലാം ഉണ്ടെന്ന് നീ ഭാവിച്ചിരിക്കുന്നു. എല്ലാം ഉണ്ട്. ഇന്ന് ആത്മീയമായി പറഞ്ഞാൽ വാസ്തവത്തിൽ ഏറ്റവും പരാജയപ്പെട്ട സ്ഥിതിയിലാണ് സഭകളെല്ലാം. എല്ലാ സഭകളും, ഒരു സഭയല്ല, ആത്മീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ആത്മീയമായ വചനത്തിൻ്റെ ശക്തി ഇന്ന് സഭയിൽ നിന്ന് പോയിപ്പോയിരിക്കുന്നു. പ്രസംഗങ്ങളുണ്ട്, കൺവെൻഷനുകളുണ്ട്, വളരെ അനുഗ്രഹീതമായ കുർബാനകളുണ്ട്, മാറാനായ പെരുന്നാളുകളുണ്ട്, നോമ്പുണ്ട്, നമസ്കാരമുണ്ട്,
എല്ലാ ചിട്ടവട്ടങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ആത്മീയമായി ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നു. ആത്മീയമായി സഭയുടെ സനാതന മൂല്യം ഇടിഞ്ഞു പോയിരിക്കുന്നു. സഭയുടെ ശക്തി കേന്ദ്രം തകർന്നു പോയിരിക്കുന്നു. ആത്മാവിൻ്റെ ശക്തി ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് നേരമില്ലല്ലോ. നമുക്ക് നമ്മളാവത് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കേണ്ടത്. ഞാൻ പറയാറുണ്ടല്ലോ, ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറുതിരിയെങ്കിലും കത്തിക്കുകയാണ്. എവിടെ എല്ലാം ഇരുളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ നാം ശപിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു പ്രയോജനവുമില്ല. ഒരു ചെറുതിരിയെങ്കിലും കത്തിക്കാൻ നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചെറുതിരി കത്തിക്കാനുള്ള ശ്രമമാണ്. ഒരു ചെറുതിരി. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തേജസ്സാർന്ന സുവിശേഷത്തിൻ്റെ പ്രകാശം ഇന്ന് ജനങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടതിന് വേണ്ടി നാം കർത്താവിൻ്റെ കൃപയാൽ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഭാഗ്യശാലികളാണെന്ന്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദീപ്തി എന്താണെന്ന് അറിയുവാനും വചനത്തിൻ്റെ ജ്വലിക്കുന്ന ശക്തി എന്താണെന്ന് മനസ്സിലാക്കുവാനും ഭാഗ്യവശാൽ നമുക്ക് കർത്താവ് കൃപ തന്നിരിക്കുന്നു. അതുകൊണ്ട് ലഭിച്ച കൃപ നാം വ്യർത്ഥമാക്കാതെ കർത്താവിനോട് ചേർന്ന് ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ മഹത്വമുള്ള സുവിശേഷം കാവുന്നിടത്തോളം എല്ലാവരും കേൾക്കാനുള്ളതായ യത്നത്തിൽ നാം പങ്കാളികളായി തീരണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ധനവാൻ എന്നാണ് പറയുന്നത്. ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. ലൗദിക്ക സഭയുടെ ദൂതൻ ആ സഭയെ പ്രതിനിധീകരിച്ച് പറയുന്നു, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു സംതൃപ്തിയാണ്. ഞാൻ ധനവാൻ, സംതൃപ്തിയാണ്. വലിയ അപകടമാണ്. ആത്മീയമായ സംതൃപ്തി ദോഷമാണ്. എപ്പോഴും ആത്മാവിൽ ദാരിദ്ര്യം വേണം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദാരിദ്ര്യം വേണം. യേശു തമ്പുരാൻ അതിൻ്റെ മലപ്രസംഗത്തിൽ ആദ്യം പറയുന്ന വാക്കതാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. എന്താണ് കാരണം? ആത്മാവിലുള്ള ദാരിദ്ര്യം. ആ ദാരിദ്ര്യം കൊണ്ട് ആർത്തി കൊണ്ടാണ് വചനം കേൾക്കുന്നത്. ആർത്തി കൊണ്ട് ആ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ വചനം കേട്ടാലും മതിയാവുകയില്ല. ആത്മാവിൻ്റെ വചനം കിട്ടുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിന് സംതൃപ്തി കിട്ടുന്നു, സമാധാനം കിട്ടുന്നു. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം ഉദിക്കുന്നത് തോന്നുന്നില്ലേ? ഏതോ ഒരു ചലനം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ? ആന്തരികമായ ഒരു വിപ്ലവമാണത്. ആന്തരികമായ വിപ്ലവം. ഹൃദയത്തിനുള്ളിൽ ഒരു ചലനം ലഭിക്കുന്നു. പക്ഷേ വിശ്വാസമില്ലാതിരിക്കുന്നവർക്ക് ചലനം ലഭിക്കുകയില്ല. അവിശ്വാസികൾക്ക് അത് കിട്ടുകയില്ല. ചോദ്യം ചെയ്യാനിരിക്കുന്നവർക്ക് അത് കിട്ടുകയില്ല. മത്സരിക്കുന്നവർക്ക് അത് കിട്ടുകയില്ല. അവിശ്വാസികൾക്ക് അത് കിട്ടുകയില്ല. വിശ്വാസത്തോടെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹിതം ഇന്ന് എന്നെ അറിയിക്കുന്ന ദിവസമാണ്. ഇന്ന് എന്നോട് കർത്താവ് സംസാരിക്കുകയാണ്. വചനം പറയാനിരിക്കുന്ന മനുഷ്യൻ ഏതുമില്ല, വെറും പാവ മാത്രം. എന്നാൽ ക്രിസ്തു എന്നെ സ്നേഹിച്ച് എന്നോട് സംസാരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് ആത്മാവിൻ്റെ ജ്വലിക്കുന്ന അഗ്നിയുടെ പ്രകാശം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു. വാസ്തവത്തിൽ എന്തിലാണെന്ന് ധനവാനായിരിക്കേണ്ടത്? പണത്തിലാണോ? അല്ല. നെല്ല്, ഗോതമ്പ് തുടങ്ങിയുള്ള ധാന്യങ്ങളിലാണോ? അല്ല. നിലം പുരയിടങ്ങളിലാണോ? അല്ല. നല്ല വീടുണ്ടെന്നുള്ളതിലാണോ? അതൊന്നുമല്ല ധനവാനായിരിക്കേണ്ടത്. ദൈവവിഷയമായി സമ്പന്നനാകണം. ലൂക്കോസ് 12:21 വായിക്കുക. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ദൈവവിഷയമായി സമ്പന്നനാകണം, ദൈവീകമായി സമ്പന്നനാകണം, ആത്മീയമായി സമ്പന്നനാകണം. ആത്മീയമായ സമ്പന്നത, ആത്മീയമായി ധനമുണ്ടാകുക. ആത്മീയ ധനം, അത് ആത്മീയധനം വിശുദ്ധിയാണ്. ആത്മീയധനം ക്രിസ്തു തന്നെയാണ്. ആത്മീയധനം ക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ്. ആത്മീയധനം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആത്മീയധനം ക്രിസ്തുവിൻ്റെ ആളത്വമാണ്. ക്രിസ്തുവിനെ തന്നെ നമുക്ക് പ്രാപിക്കണം. അതിൽ കുറഞ്ഞതൊന്നുമല്ല. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴണം. ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വസിക്കണം.
ക്രിസ്തു നമ്മെ ഭരിക്കണം, ക്രിസ്തു നമ്മെ നിയന്ത്രിക്കണം. നമ്മെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതെല്ലാം ക്രിസ്തു ആയിരിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മെ നയിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവവിഷയമായി സമ്പന്നനാകണം, ദൈവവിഷയമായി മാത്രം. അന്ന് ധനവാൻ, അവന് നിലംപുരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, ധാരാളം നിലംപുരങ്ങൾ, നല്ലപോലെ വിളവെടുപ്പ് കിട്ടി. ഒരിക്കലും കിട്ടാത്തതുപോലത്തെ ഒരു വലിയ സമൃദ്ധമായ വിളവെടുപ്പാണ് കിട്ടിയത്. പക്ഷേ അവനത് കിട്ടിയപ്പോൾ ഒരു പുതിയ പ്രശ്നം, ഇത്രയേറെ നെല്ല ഗോതമ്പ് പോയതോട്ടെ ധാന്യം ഇത്രയേറെ വിളവെടുപ്പ് കിട്ടിയപ്പോൾ എവിടെ സൂക്ഷിച്ചു വയ്ക്കും? ഇപ്പോഴുള്ള പത്തായങ്ങളിലൊന്നും ഒതുങ്ങുകയില്ല, ഇപ്പോഴത്തെ മുറികളിലൊന്നും ഒതുങ്ങുകയില്ല. എന്ത് ചെയ്യും? ഒരു കാര്യം നന്നായി, എനിക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവകയാണ് സർവീസിച്ചിരിക്കുന്നത്. ഏറിയ ആണ്ടുകൾക്ക്, ഫോർ മെനി ഇയേഴ്സ്, ഫോർ മെനി ഇയേഴ്സ് എന്നാണ് അവൻ ചിന്തിക്കുകയാണ്. ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, പുറത്തോർത്ത് കിടക്കുകയാണ്. അയ്യോ, എനിക്ക് എന്ത് ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. ഇനി കുറേ നാളത്തേക്ക് കൃഷിക്ക് കേട് വന്നാൽ എന്താ, എനിക്ക് മേടിക്കാനൊന്നുമില്ല. കുറേ നാളത്തേക്ക് ഇനി മഴ പെയ്തില്ല, എനിക്ക് ദോഷമൊന്നുമില്ല. കുറേ നാളത്തേക്ക് ഭയങ്കര പെരുമഴയായിരിക്കും, എനിക്ക് ദോഷമില്ല. ആർക്കും കൃഷി നടത്താൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും, എനിക്ക് ദോഷമില്ല. കാരണം ഞാൻ ഏറിയ നാളത്തേക്ക് മതിയായ അനവധി വസ്തുക്കൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. ഇനി എനിക്ക് ആശ്വസിക്കാം, എനിക്ക് തിന്നാം, എനിക്ക് കുടിക്കാം, എനിക്ക് ആനന്ദിക്കാം. അവൻ സ്വയം തൃപ്തനായിരിക്കുകയാണ്. അവനാലോചിക്കുകയാണ്, എന്ത് ചെയ്യും ഇത്, ഞാൻ എന്ത് ചെയ്യുന്ന വലിയ പ്രശ്നമാണെന്നിരിക്കുന്നത്. എന്ത് ചെയ്യും, ഇതെവിടെ കൂട്ടിവെക്കും? എനിക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ ധനധാന്യങ്ങൾ എവിടെ കൂട്ടിവെക്കും? അതാണ് ചിന്തിക്കുന്നത്. അവനങ്ങനെ ചിന്തിച്ച് കിടക്കുമ്പോഴേക്കും അവന് ഒരു ചിന്ത വന്നു, ഒരു വലിയൊരു പാണ്ഡികശാല പണിയാം, വലിയൊരു ധാന്യപ്പുര പണിയാം, അതിലെല്ലാം കൂട്ടിവെക്കാം. എവിടെയാണ് വേണ്ടത്, എവിടെ എങ്ങനെയായിട്ടാണോ അതിൻ്റെ സ്കെച്ചും പ്ലാനും ഒക്കെ എങ്ങനെയാണ്, ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് കിടക്കുക. ഉറക്കം വരുന്നില്ല. വളരെ സന്തോഷം, നിറഞ്ഞ സന്തോഷം. അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഏറിയാണ്ടുകൾക്ക് മതിയായി അനവധി വസ്തുക്കൾ ഞാൻ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, എനിക്ക് ആശ്വസിക്കാം, തിന്നാം, കുടിക്കാം, ആനന്ദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി. ഒരു ചെറിയ മയക്കം. പക്ഷെ പെട്ടെന്നാണ് എന്തോ ഒരു അസ്വസ്ഥത തോന്നി, ഒരു അസ്വസ്ഥത. ഏതാണ്ട് നെഞ്ചിലേതാണ്ട് വന്നിരിക്കുന്നത് പോലെ, ഒരു കനം വന്നിരിക്കുന്ന പോലെ. പിന്നെ നോക്കിയപ്പോൾ ഖനം കൂടിക്കൂടി വരുന്നു, ഹെവിനെസ്, വലിയൊരു ഭാരം, വലിയ ഖനം. തപ്പി നോക്കിയില്ല, വേറെ ഒന്നുമില്ല. എന്താ ഇങ്ങനെ? എഴുന്നേക്കാൻ നോക്കി, പക്ഷേ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ശക്തമായി വേദന തുടങ്ങിക്കഴിഞ്ഞു. പിന്നല്ല, ഒന്ന് കിടക്കാൻ നോക്കി, കിടക്കാൻ പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യും? ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? മുറിക്കകത്ത് അവിടെ ആ മുറിയിൽ ആളില്ലായിരിക്കാം, പക്ഷേ അടുത്ത മുറിയിലുള്ള ആരെങ്കിലും വിളിക്കാൻ ഇല്ല. ശബ്ദം വരുന്നില്ല, വേദന കൂടിക്കൂടി വരുന്നു. എന്ത് ചെയ്യും? ശരീരമാസകലം നല്ലപോലെ വിയർക്കുന്നു. അയ്യോ, എന്ത് ചെയ്യും? എനിക്ക് എന്താ പറ്റിയത്? ഇപ്പോൾ പുതിയ പാണ്ഡ്യശാലയോ ധാരാളമുള്ള വിളവെടുപ്പ് ഒന്നുമല്ല മനസ്സിലേക്ക് വരുന്നത്. എനിക്ക് എന്ത് പറ്റി? ഒരു സ്വസ്ഥതയില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ അങ്ങനെ കിടന്ന് വേദനയുടെ തീവ്രതയിൽ പൊളയുമ്പോൾ അപ്പോൾ കേൾക്കാം ഒരു ശബ്ദം. ഏതാ ഈ ശബ്ദം? മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, നീ മരിക്കാൻ പോവുകയാണ്. നിത്യനായ ദൈവം പറയാണ്, നീ മരിക്കാൻ പോകുന്നു. മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ഞാൻ ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഒരുക്കി വെച്ചത് ആർക്കാകും? നീ പോവുകയാണ്. 39 സംഘത്തിന് 4 വാക്യം മുതൽ വായിക്കാം. ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ എന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു, നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, നിശ്ചയം. മനുഷ്യർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരെ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. ധനം സമ്പാദിക്കുന്നു, പക്ഷെ ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അന്ന് അവൻ്റെ ചിന്ത ഫോർ മെനി ഇയേഴ്സ്, അനേകം വർഷങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ദൈവം പറയുന്നു, ടു നൈറ്റ്, ഇന്ന് രാത്രി, ടു നൈറ്റ്, ഇന്ന് രാത്രി നിന്റെ പ്രാണൻ നിന്നോട് ചോദിക്കും, നീ മരിക്കാൻ പോവുകയാണ്. ദൈവവിഷയമായി സമ്പന്നനായില്ല. ദൈവവിഷയമായി സമ്പന്നനാകണം. എന്താണ് സമ്പന്നത? ദൈവവിഷയമായി സമ്പന്നത. ഇല്ലെങ്കിൽ നാം മൂഢരായി പോകും, നാം ബുദ്ധിയില്ലാത്തവരായിരിക്കും. ദൈവവിഷയമായി സമ്പന്നരാകുക. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച് നോക്കൂ,
ഞാൻ ദൈവവിഷയമായി സമ്പന്നനാണോ? ദൈവീകമായി എൻ്റെ മനസ്സ് രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ചിന്ത ക്രിസ്തുവിൽ ഏകാഗ്രതയോടുള്ളതാണോ? നമസ്കാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ തനതായ വ്യക്തിത്വം എങ്ങനെയാണ്? ചിന്തിച്ച് നോക്കണം. ഞാൻ വാസ്തവത്തിൽ ദൈവവിഷയമായി സമ്പന്നനാണോ? ഈ ഭൂമിയിൽ വിഷയ സമ്പന്നതയിലായിരിക്കും, ഈ ഭൂമിയിൽ നിന്ന് കടമായിരിക്കും, ഈ ഭൂമിയിൽ എന്ത് ദുരിതമായിരിക്കും, വേദനയായിരിക്കും, രോഗമായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും, പ്രതിസന്ധികളായിരിക്കും, ദുർഘടങ്ങളായിരിക്കും, അനേകം പ്രതിസന്ധികൾ നിങ്ങനെ ആർത്തലച്ച് ജീവിതത്തെ കഠിനമായി യാതനയിൽപ്പെട്ട് ഉള്ളിലുമാറാക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനാണ് ഒന്നാം സ്ഥാനം. ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? പ്രിയപ്പെട്ടവരില്ലെങ്കിൽ ഇന്ന് നിങ്ങളിത് പ്രാപിക്കണം. ഒട്ടും താമസിക്കരുത്. ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതം ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതം ഞാനിതാ വിട്ടുകൊടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ലവോദിക്ക സഭയ്ക്കുള്ള ദൂതിൽ അവിടെ തുടർന്ന് നാം കാണുന്നുണ്ട്, ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വായിച്ചേ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഇഫ് എനിബഡി, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരുമിച്ച് ഞങ്ങൾ ഭക്ഷിക്കും, ഒരുമിച്ച് വിരുന്നുമേശയിലിരിക്കും. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. എന്തിന്? നിന്റെ ജീവിതത്തിൽ നീ ജീവനുള്ള ക്രിസ്തുവിനെ ത്യജിച്ച് കളഞ്ഞിരിക്കുകയാണ്. നീ ചില ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, ചില കർമാനുഷ്ഠാനങ്ങളുണ്ട്, കർമ്മ പരിപാടികളുണ്ട്, ചില മാമൂലുകളുണ്ട്, ചില ആചാരങ്ങൾ, ചില ഫോർമാലിറ്റീസ്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ക്രിസ്തു ഇന്ന് അകത്തല്ല, പുറത്താണ്. ലവോദിക്ക സഭയുടെ പുറത്താണ് ക്രിസ്തു നിൽക്കുന്നത്. പക്ഷേ ലവോദിക്ക സഭ അറിയുന്നില്ല. അവൻ ഞാൻ സമ്പന്നനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഇന്ന് എൻ്റെ ഉള്ളിലുണ്ടോ എന്നും തന്നെത്താൻ അറിയണം. എങ്ങനെ അറിയും? ഞാൻ അറിയണം എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നുണ്ടോ. എങ്ങനെ അറിയും? എൻ്റെ ഹൃദയത്തിൽ ഇരുട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമില്ല, വ്യക്തമല്ലേ? ഇരുട്ടുണ്ടോ? ഇരുട്ടെന്താണ്? പാപം. ആരോടെങ്കിലും നീരസമുണ്ടോ? ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ? അശുദ്ധമായ ചിന്തകൾ വരുന്നുണ്ടോ? മ്ലേച്ഛമായ മോഹങ്ങൾ വരുന്നുണ്ടോ? ഞാൻ വേണ്ടെന്ന് വിചാരിച്ചാലും പിന്നെയും ചില ഇഷ്ടക്കേടുകളും മുഷ്ടികളും എൻ്റെ ഹൃദയത്തിൽ പൊന്തി വരുന്നുണ്ടോ? ചിന്തിച്ചാൽ മതി. നമുക്കറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നതെന്ന്. എൻ്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും ഈർഷ്യയുണ്ടോ? ആരോടെങ്കിലും അകൽച്ചയുണ്ടോ? അല്ല, സ്വന്തം വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമാണോ? ഈ ഹാർമണി എന്ന് പറയുന്നതൊക്കെ വാക്കുകൾ അറിയാമല്ലോ. ഹാർമണി ഉണ്ടോ? വാസ്തവത്തിൽ വീട്ടിലൊരു ഹാർമണി ഉണ്ടോ? ഒരു ചേർച്ചയുണ്ടോ? വഴക്കൊന്നുമില്ലായിരിക്കും. പുറമേ പ്രകടമായ വാഗ്വാദങ്ങളോ തർക്കങ്ങളോ എല്ലാ വീടുകളിലും കാണില്ല. ചില വീടുകളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാ വീടുകളിലും കാണുകയില്ല. മാന്യമായി പെരുമാറാൻ അറിയാം, കുറച്ച് സംസ്കാരം ഉള്ളതുകൊണ്ട് മാന്യമായ രീതിയിലൊക്കെ ജീവിക്കും. പക്ഷേ അകത്ത് ഉൾത്തിക്കലുകളില്ലേ? വീട്ടിൽ സ്വസ്ഥതയുണ്ടോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യത്തിലാണോ? മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാണോ? നിങ്ങൾ മക്കളെ ചിന്തിച്ച് നോക്കൂ. അപ്പനെ വിലമതിക്കുന്നവരാണോ? ഇന്ന് വളരെ സങ്കടത്തോടെ ഞാനൊരു കാര്യം കേട്ടു. എങ്ങനെ പറയുന്നത്? സ്വന്തം മോൻ അമ്മയെ തല്ലി. ദൈവത്തിന് സ്തോത്രം. സങ്കടകരമായിപ്പോയി കേട്ടിട്ട്. എനിക്ക് ഞെട്ടിപ്പോയി. കാരണം ഇനി ആ ശാപം എവിടെ കൊണ്ട് തീർക്കും? അമ്മയെ തല്ലി എന്ന് ഭയാനകമായിപ്പോയി. സ്വന്തം അമ്മയെ തല്ലി. അമ്മ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്നീ കേൾക്കുന്ന കാര്യങ്ങളൊന്നും നിസ്സാരമായ കാര്യങ്ങളല്ല. ജീവിതത്തിൽ മാതാപിതാക്കളെ ആദരിക്കുന്നുണ്ടോ? ഗുരുജനങ്ങളെ ആദരിക്കുന്നുണ്ടോ? അധ്യാപകരെ ആദരിക്കുന്നുണ്ടോ? മുതിർന്നവരെ ആദരിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ആദരിക്കുന്നുണ്ടോ? വേലക്കാരെ ആദരിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരെ ആദരിക്കുന്നുണ്ടോ? ഇന്ന് എല്ലാവരും താൻ്റെ ഇഷ്ടപ്രകാരം പോകുന്നു എന്നുള്ളതല്ലാതെ ആത്മീയമായ മൂല്യങ്ങൾ, ആത്മീയമായ വിലയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിലില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് അകത്തിരിക്കാൻ ഇടമില്ല. അവിടെ അകത്ത് കുരുതികൾക്ക് കുഴിയുണ്ട്, പർവ്വജാതിക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനോ തലയായ്പിന് ഇടമില്ല. ഈ കൊച്ചു ഹൃദയത്തിനുള്ളിൽ കുറുനിരികളുടെ കുഴിയുണ്ട്. സൂത്രവും കൗശലവും തന്ത്രവും ഉപായങ്ങളും എല്ലാം ഉണ്ട്. കുറുനിരിയുടെ കുഴിയുണ്ട്. കുറുനിരി മാളം വെച്ചിരിക്കുകയാണ് ഇവിടെ. ഈ ഹൃദയത്തിനുള്ളിൽ അത്യാർത്ഥികളുണ്ട്,
ക്രൂരതയുണ്ട്, മൃഗങ്ങളുടെ ക്രൂരത. കുറുക്കൻ കോഴിയെ പിടിച്ച് കടിച്ചു കീറുന്നത് ദയയില്ലാതല്ലേ? അതുപോലെ കുറുതിരകൾക്ക് കുഴിയുണ്ട്, സൂത്രവും കൗശലവും എല്ലാം. പർവ്വജാതിയുടെ കൂടുണ്ട്. പർവ്വജാതി ദുരാത്മാക്കളെ കാണിക്കും. ദുരാത്മാക്കൾക്ക് കൂട് വയ്ക്കാൻ സ്ഥലമുണ്ട്. ഈ ദുരാത്മാക്കൾ നമ്മുടെ ഹൃദയത്തിൽ കൂടുവച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പാവങ്ങളൊക്കെ വരുന്നത്. ഒന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ കോപത്തെ ജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കോപത്തെ ഞെട്ടിത്തരിപ്പിക്കുന്ന രീതിയിലുള്ളതായ കോപം, ക്രോധം, ക്രുദ്ധിക്കുന്ന ഭാവം, ദുശ്ശാഠ്യം ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ ഇവിടെ വന്ന് വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറൈറ്റ് എല്ലാം നന്നായിട്ട് നടക്കുന്നു, എല്ലാവരുടെയും കയ്യിൽ വേദപുസ്തകമുണ്ട്, നല്ലത് തന്നെ. പക്ഷേ നിങ്ങൾ ഈ പ്രാർത്ഥനയുടെ ഈ യോഗത്തിൻ്റെ അവസരത്തിൽ മാറി നിങ്ങൾ സ്വന്തം വീടുകളിൽ എത്തുമ്പോൾ വീട്ടിലെ പെരുമാറ്റം എങ്ങനെയാണ്? വീട്ടിൽ പിശാചുക്കൾ നിങ്ങളെ പന്താടുകയാണോ? ആരും ഇതൊന്നും ചിന്തിക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ നാം സമ്പന്നരായിരിക്കണം, ആത്മീയമായി സമ്പന്നരായിരിക്കണം. ആത്മീയമായി, അല്ലെങ്കിൽ കർത്താവ് പുറത്തു നിൽക്കും. പക്ഷേ ആശ്വാസകരമായ കാര്യം, കർത്താവ് ദൂരെ പോയിട്ടില്ല, അടുത്ത് തന്നെയുണ്ട്. ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്വാസ ജീവിതം നോക്കുന്നുണ്ട്. വിശ്വാസം. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്തെക്കുറിച്ചുള്ള അധ്യായമാണ്. എന്താണ് വിശ്വാസ ജീവിതം? എബ്രായ ലേഖനം 11-ാം അധ്യായത്തെക്കുറിച്ചുള്ള ഒരു വളരെ ലഘുവായ ഒരു പഠനമാണ്. വായിച്ച് നിങ്ങൾക്ക് ശക്തി പ്രാപിക്കാം, വിശ്വാസം പ്രാപിക്കാം. വിശ്വാസമില്ലാത്തതുകൊണ്ട് ക്രിസ്തു അകത്തിരിക്കാൻ നിർവാഹമില്ല, കർത്താവ് പുറത്ത് കിടക്കേണ്ടി വന്നു. നിങ്ങളിതൊന്നും അറിയുന്നില്ല, കർത്താവ് പുറത്തു പോയി എന്നറിയുന്നില്ല. ഒരിക്കൽ സമർപ്പണം എടുത്തപ്പോൾ കർത്താവ് അകത്ത് വന്നതായിരുന്നു. ഒരിക്കൽ സമർപ്പണം എടുത്തപ്പോൾ ജീവൻ്റെ ആത്മാവ് തമ്മിൽ പ്രവർത്തിക്കുകയും നമുക്കൊരു ആത്മീയ അനുഗ്രഹം ലഭിക്കുകയും ചെയ്തതായിരുന്നു. പക്ഷേ എന്ത് പറ്റി? ഇന്ന് വിശ്വാസം ത്യജിച്ചു കളഞ്ഞു. ഇന്ന് വിശ്വാസമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആരായാലും അവർക്ക് സ്വന്തമായി വചനമില്ല. സ്വന്തമായി വല്ലതും പറഞ്ഞാൽ അത് വെറും പൈശാചികമായി പോകും. അത് കിളികൾ കൊത്തിക്കൊണ്ടു പോകുന്നതായിരിക്കും, പർവ്വജാതി കൊത്തിക്കൊണ്ടുപോകും. സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റുകയില്ല. ആത്മീയമായിട്ടാണ് പറയുന്നതെങ്കിൽ ഓർക്കുക, ആ വ്യക്തിയുടെ ഗുണമല്ല, അങ്ങ് ദൂരെ റിസർവോയറിൽ വെള്ളമുള്ളത് കൊണ്ടാണ് ആ വെള്ളം പൈപ്പിൽ കൂടി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. സംഗീതക്കാരൻ പറഞ്ഞു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിതം വേർതിരിക്കുന്നവർ, കർത്താവിന് വേണ്ടി ആയുസ് വേർതിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ, ഈ പൈപ്പ് അത് ബ്ലോക്കില്ലാത്തതായിരിക്കണം, അതിനകത്ത് കേടില്ലാത്തതായിരിക്കണം, പൈപ്പ് ലീക്കില്ലാത്ത പൈപ്പായിരിക്കണം, പൈപ്പിനകത്ത് കേടുണ്ടായിരിക്കരുത്, അകത്ത് ബ്ലോക്കൊന്നും വരരുത്. എന്നാൽ അവിടെ അങ്ങ് ടാങ്കിലുള്ള വെള്ളം ഈ പൈപ്പിൽ കൂടി ഒഴുകി വരും. പൈപ്പിന് വെള്ളം ഉണ്ടാക്കാൻ കഴിവില്ല. സ്തോത്രം. ഒരു പൈപ്പിനും വെള്ളം ഉണ്ടാക്കാൻ കഴിവില്ല. വചനം പറയുന്നവർക്ക് സ്വന്തമായി വചനമില്ല, ആർക്കും സാധ്യമല്ല. അവിടെ ആ ഗോകുൽത്തായിലെ റിസർവോയറിൽ നിന്ന് ജീവരക്തം ഒഴുകി വരുന്നത് കൊണ്ടാണ് ആത്മാവിൻ്റെ വചനം ലഭിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സ്വർഗീയ ഉറവയിൽ നിന്ന് വരുന്നതായ ആത്മാവിൻ്റെ ജീവജല പ്രവാഹമാണ് നമുക്ക് ഓരോ പ്രാവശ്യവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വചനം പറയുന്നയാൾക്ക് ഒരു പ്രത്യേകതയുമില്ല. തന്നെ സൂക്ഷിക്കണം. കേടുണ്ടോ എന്ന് സൂക്ഷിക്കണം, ലീക്കുണ്ടോ എന്ന് നോക്കണം. അനുഗ്രഹീതമായ ദിവ്യജലം ഒഴുകി വരുമ്പോൾ അത് അനാവശ്യമായി ഒഴുകിപ്പോകാൻ ഇട വരുന്നുണ്ടോ, എവിടെയെങ്കിലും കേടുണ്ടോ എന്ന് ഞാൻ നോക്കണം. വചനം പറയുന്നവർ നോക്കേണ്ടതാണ്. കേടുണ്ടെങ്കിൽ ആ ജീവജലം നഷ്ടപ്പെട്ടു പോകും, എത്തേണ്ട അടുത്ത് എത്തുകയില്ല. അല്ല, എന്തെങ്കിലും തടഞ്ഞു നിൽക്കുന്നുണ്ടോ, വല്ല ബ്ലോക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, എന്തെങ്കിലും വേണ്ടാത്ത സാധനങ്ങൾ എന്തെങ്കിലും അതിനകത്ത് കയറിയിട്ടുണ്ടോ, അല്ല വല്ല കരിയിലെയോ മറ്റോ വന്ന് കൂടി അതിനകത്ത് കയറിയിട്ടുണ്ടോ, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് വെള്ളം വേണ്ടതുപോലെ ഒഴുകുകയില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയുന്നത് ഓർക്കണം. എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എൻ്റെ ജീവിതത്തിൽ? ബ്ലോക്ക് എന്ന് വെച്ചാൽ തടസ്സം. എന്തെങ്കിലും തടസ്സമുണ്ടോ ഈ ജീവിതത്തിൽ? വെള്ളം ഒഴുകുന്ന തടസ്സമുണ്ടോ? ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദൈവം വിശ്വസ്തതയുടെ നാമത്തിന് നിന്നെ മഹത്വം വരുത്തണമേ. സ്തോത്രം. ഇന്ന് ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നിങ്ങൾ തന്നെ പരിശോധിക്കൂ. കർത്താവ് അകത്തുണ്ടോ? നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, നിങ്ങൾ തന്നെ കണ്ടെത്തൂ. യേശുവിനെ അകത്തേക്ക് വിളിക്കാൻ പറ്റിയ സമയമാണിത്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അടഞ്ഞ വാതിലായിട്ടാണ് അനേകർ ഇരിക്കുന്നത്. നിരാശയോടെ ഇരിക്കുന്നവരുണ്ട്, ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ട്, ദുഃഖത്തോടെ ഇരിക്കുന്നവരുണ്ട്. ഈ അടഞ്ഞ വാതിലുകൾ തുറക്കണം, മനസ്സോടെ തുറക്കണം. കർത്താവേ, എഴുന്നള്ളി വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ.
കർത്താവേ, ഈ അശുദ്ധനായ എന്നെ നീ വിശുദ്ധീകരിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ പാവിയായ എന്നെ നീ വിശുദ്ധീകരിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ലൗകികനായ എന്നെ നീ വിശുദ്ധീകരിച്ച് എന്നെ ഒരു ആത്മീയനാക്കി മാറ്റണമേ. സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നിങ്ങളിലൂടെ ഒഴുകി വരും. കർത്താവായ യേശു ക്രിസ്തു അകത്തേക്ക് കടന്നു വരും. ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയും. നിങ്ങൾ ക്രിസ്തുവിനെ നന്ദിയോടെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങും. അതാണ് ആരാധന. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ വിശുദ്ധ സ്തുതിയുടെ ആരാധന ഉയരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. വിശുദ്ധ സ്തുതി ഉയർന്നു വരുമ്പോഴേക്കും ആത്മശക്തി നിങ്ങളിലേക്ക് പ്രവഹിച്ചു വരും. അങ്ങനെ നിങ്ങൾ ശക്തരായിത്തീരും. സ്തോത്രം. വേണമോ നിങ്ങൾക്ക് ഈ ഭാഗ്യം, ഈ അനുഗ്രഹം നിങ്ങൾക്ക് വേണമോ? അത് തരാനാണ് കർത്താവ് എന്ന് വന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അരികത്തുകൂടെ യേശു നടക്കുന്നത് അത് തരാൻ വേണ്ടിയാണ്. നിങ്ങൾ കൈനീട്ടി വാങ്ങാമോ ഈ അനുഗ്രഹം? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനേ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ദിവസം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നാഥ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് കർത്താവെ കൃപയിൽ പൊതിഞ്ഞ് കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TV-യിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.